എറണാകുളം ചമ്പക്കര കനാലിനോട് ചേർന്ന റോഡ് ഇടിഞ്ഞു വീണു. പാർക്ക് ചെയ്തിരുന്ന വാഹനമടക്കം വെള്ളത്തിൽ പോയി. തൊട്ടടുത്തുള്ള വീടുകൾ അപകട ഭീഷണിയിലെന്ന് നാട്ടുകാർ. അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഏതാണ്ട് ഇന്ന് രാവിലെ 5:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏറെ നാളുകളായിട്ട് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ ഒരു കനാൽ റോഡിന്റെ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നിരവധിയായിട്ടുള്ള പരാതികൾ നൽകുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ റോഡിന്റെ ഭാഗവും ഇടിഞ്ഞ് കനാലിലേക്ക് വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ഈ ഒരു ചമ്പക്കര ഈ ഒരു കനാൽ എന്ന് പറയുന്നത് FACTയിലേക്കും മറ്റും ബാർജ് അടക്കം നിരന്തരമായിട്ട് ഇതുവഴി കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ ബാർജ് പോകുമ്പോൾ ഈ വെള്ളം കനാലിന്റെ ഈ രണ്ട് വശങ്ങളിലേക്കും ഇടിച്ചു കയറുകയും അപ്പോൾ ഇതിന്റെ ഭിത്തികൾക്ക്, ഈ കരയുടെ ഭിത്തികൾക്ക് ക്ഷയമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു പൈലിംഗ് നടത്തിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിന് കാലപ്പഴക്കമുണ്ട്. അപ്പോൾ അത് പരിഗണിക്കാതെ ഈ തൊലിപ്പുറത്ത് ചികിത്സ ചെയ്യുക എന്ന നിലയിലാണ് മരട് നഗരസഭയുടെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ഒരു നടപ്പാത ഉണ്ടാക്കിയതും ഇതിന്റെ ഒരു സൗന്ദര്യപരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതിനാണ് ഇപ്പോൾ തകർച്ച സംഭവിച്ചിരിക്കുന്നത്. ഇതിലൊരു ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ റോഡിന്റെ പകുതി ഭാഗവും ഇടിഞ്ഞ് ഈ കനാലിലേക്ക് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്തായാണ് വീടുകൾ, നിരനിരയായി വീടുകൾ ഉള്ളത്. അപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നവരെല്ലാം അതീവ സുരക്ഷാ ഭീഷണിയിലാണുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എപ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ടായത്? ഇത് 5/2 സംഭവം ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 40 വർഷം മുമ്പാണ് ഇത് ചെയ്തേക്കണത്. അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇത്രയും ലോഡ് കയറ്റിയപ്പോഴാണ് ഇത് മറിഞ്ഞേക്കണത്. അതുപോലെ ഈ ബാർജ് പോകുമ്പോഴത്തേക്കും വെള്ളം വലിവാണ്, മണ്ണ് വലിച്ചടിയിൽ നിന്ന് പോയി. ഇത് മാത്രമല്ല, ഇതിൻ്റെ മുക്കാ ഭാഗവും തകർന്നിരിക്കണേ. നേരത്തെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ റോഡിൽ? അപ്പുറത്തുണ്ടായി, അത് 2ാം റിട്ടേം ഉള്ളത്, അതിൻ്റെ അപ്പുറത്തുണ്ടായി, കണ്ണാടിക്കാട്ടിലുണ്ടായി, എല്ലായിടത്തും ഇത് മൊത്തം പോയിരിക്കണേണ്. ഈ നഗരസഭയിൽ നിന്ന് ആരെങ്കിലും വന്ന് പരിശോധന നടത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ വന്ന് പരിശോധിച്ച് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് പോകും. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല, പുറം പോളിഷ് ചെയ്തിട്ട് പോകും. ഇവിടുത്തെ നഗരസഭാ ചെയർമാനും ഇവിടുത്തെ കൗൺസിലറും വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അവർ ഫയർഫോഴ്സിനെ കോൾ ചെയ്തു, പോലീസിനെ അവരൊക്കെ വിവരം അറിയിച്ചു. നേരത്തെ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇതിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ടോ? നേരത്തെ ഇതിൻ്റെയൊക്കെ പരാതികൾ പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിയിലേക്ക് ബലക്ഷയം ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ എന്തെങ്കിലും ചെയ്യാവൂ എന്നുള്ള കാര്യം. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ അടക്കം ഈ വെള്ളത്തിൽ പോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ എത്തിയാണ് ഈ കാറ് കനാലിൽ നിന്ന് എടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും ഇതിൽ തുടർ നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. SKN.